ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫ്രം ജനപദാസ് ടു എംപയർ എന്ന പാഠഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ ടോപ്പിക്കാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രധാനമായും ഇന്ന് ചർച്ച ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡോക്ട്രിൻസ് ഓഫ് ജൈനിസം ആൻഡ് ബുദ്ധിസം. ഓക്കെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് 6th സെഞ്ച്വറി എന്ന് പറയുന്നത് സെക്കൻഡ് അർബനൈസേഷൻ ഉണ്ടായ ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ മഹാജനപദാസുകളുടെ എമർജൻസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ചില പ്രധാനപ്പെട്ട മതങ്ങളുണ്ട്. ആ മതങ്ങളുടെ ഒരു ആവിർഭാവം നടന്നത് 6ാം നൂറ്റാണ്ടിലാണ്. ഓക്കെ, അത്തരത്തിൽ ബ്രാഹ്മണിക്കൽ ഡോമിനൻസിനെതിരെ ഒരു വെല്ലുവിളി എന്ന നിലയിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഇന്ത്യയിൽ ആ നൂറ്റാണ്ടിൽ, അതായത് 6ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്ന വളരെ പ്രധാനപ്പെട്ട മതമാണ് ജൈനമതവും ബുദ്ധമതവും. അപ്പം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് പ്രധാനമായും ഈ രണ്ട് മതങ്ങളെയും കുറിച്ച് അനലൈസ് ചെയ്യുക. ഈ മതങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്, അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് പ്രധാനമായും ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് മതങ്ങളാണ്. ഓക്കെ, അപ്പം ആദ്യമായിട്ട് ഞാൻ തുടങ്ങുന്നത് ജൈനമതത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ, അല്ലെങ്കിൽ എന്തൊക്കെ സവിശേഷതകളാണ് ഈ ഒരു മതത്തിനുണ്ടായിരുന്നത്, അത്തരം കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായും ഈ ക്ലാസ്സിൽ നിന്ന് തുടങ്ങുന്നത്. ഓക്കെ, സോ ഡോക്ട്രിൻസ് ഓഫ് ജൈനിസം എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ആദ്യ ഭാഗമായിട്ട് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഈ ജൈനമതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ജൈനമതത്തെ കുറിച്ച് പറയുമ്പം നിങ്ങൾ ഓർമ്മിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരെന്ന് പറയുന്നത് വർദ്ധമാന മഹാവീരൻ്റെതാണ്. ഓക്കെ, വർദ്ധമാന മഹാവീരനെയാണ് ബേസിക്കലി ജൈനമതത്തിൻ്റെ സ്ഥാപകനായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അതായത് വളരെ കൃത്യമായിട്ട് 6ാം നൂറ്റാണ്ടിൽ ഇത്തരത്തിലൊരു മതം വന്നു. ആ മതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു വർദ്ധമാന മഹാവീരൻ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അദ്ദേഹം കണക്കാക്കുന്നത് അദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നത് ചരിത്രത്തിൽ ഈ ജൈനമതത്തിൻ്റെ സ്ഥാപകൻ എന്ന നിലയിലാണ്. ഓക്കെ, ഇനി അദ്ദേഹം വളരെ കൃത്യമായിട്ട് നമ്മൾ പറയുമ്പം 1000 അല്ല, അദ്ദേഹം ജനിച്ചൊരു കാലഘട്ടം എന്ന് പറയുന്നത് 599 BC യിലാണ്. ഓക്കെ, ആ ജനിച്ച സ്ഥലം അല്ലെങ്കിൽ ജന്മസ്ഥലം എന്ന് പറയുന്നത് ഇന്നത്തെ മോഡേൺ ബീഹാറിൽ ഉള്ള വൈശാലി എന്ന പ്രദേശത്താണ് 599 BC യിൽ വർദ്ധമാന മഹാവീരൻ ജനിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ വൈശാലിയിലാണ്. വൈശാലി ഇന്നത്തെ കറന്റ് ഇന്ത്യയിലെ ബീഹാറിലായിരുന്നു വൈശാലി എന്ന സ്ഥലം സ്ഥിതി ചെയ്തത്. അവിടെ 599 BC യിലാണ് ജൈനമത സ്ഥാപകൻ എന്ന് കണക്കാക്കുന്ന വർദ്ധമാന മഹാവീരൻ ജനിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ജൈനമതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില ടേമുകളുണ്ട്. ഓക്കെ, സേ ഫോർ ഇൻസ്റ്റൻസ് ആ മതവുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗം ആളുകളെ പറയുന്ന പേരാണ് തീർത്ഥങ്കരാസ്. ഓക്കെ, അപ്പം തീർത്ഥങ്കര എന്ന വാക്ക് കേൾക്കുമ്പം നിങ്ങളെ മനസ്സിലോട്ട് വരേണ്ട മതം എന്ന് പറയുന്നത് ജൈനമതമാണ്. ഓക്കെ, ഇനി ഈ ജൈനമതത്തിൽ വർദ്ധമാന മഹാവീരൻ എത്രാമത്തെ തീർത്ഥങ്കനായിരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹം 24th. ഓക്കെ, 24ാമത്തെ തീർത്ഥങ്കനായിരുന്നു വർദ്ധമാന മഹാവീരൻ. ഓക്കെ, സോ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു പേരാണ്. എത്രാമത്തെ തീർത്ഥങ്കരനാണെന്ന് വെച്ചാൽ 24th, 24ാമത്തെ തീർത്ഥങ്കരനായിരുന്നു ജൈനമതത്തിൻ്റെ 24ാമത്തെ തീർത്ഥങ്കരനായിരുന്നു വർദ്ധമാന മഹാവീരൻ. ഓക്കെ, സോ ഇനി നിങ്ങൾ വളരെ കൃത്യമായിട്ട് ജൈനമതത്തെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ഫൗണ്ടർ ആരാണെന്ന് പറഞ്ഞു, ഇനി അദ്ദേഹം ജനിച്ചത് എവിടെയാണെന്ന് പറഞ്ഞു, ഇനി അദ്ദേഹത്തിൻ്റെ എത്രാമത്തെ തീർത്ഥങ്കരനാണെന്നുള്ള കാര്യം പറഞ്ഞു. ഇനി നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ജൈനമതം എന്ന് പറയുന്നത് അത് പ്രധാനമായിട്ടും വിശ്വസിച്ചിരുന്നത് അതിൻ്റെ വളരെ കൃത്യമായിട്ട് അടിയുറച്ച് വിശ്വസിച്ചിരുന്നത് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സോൾ, ആത്മാവിൻ്റെ പ്യൂരിഫിക്കേഷനും അതോടൊപ്പം തന്നെ ഒരു നിർവ്വാണം ലഭിക്കുക. ഇതായിരുന്നു ബേസിക്കലി നിർവ്വാണം എന്ന് പറയുന്നത് ജനനത്തിൽ നിന്നും മരണത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം, മുക്തി, ഇത്തരത്തിലുള്ളതിനെയാണ് നിർവ്വാണ എന്ന് പറയുന്നത്. അപ്പം ജൈനമത പ്രകാരം ആ ഒരു ഐഡിയോളജി പ്രകാരം അത് വിശ്വസിച്ചിരുന്നത് ഒരു മനുഷ്യ ജീവൻ്റെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള
ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ ലൈഫിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ തൻ്റെ ആത്മാവിൻ്റെ പ്യൂരിഫിക്കേഷൻ. ഓക്കെ, അതാണ് ബേസിക്കലി ഒരു വളരെ പ്രധാനപ്പെട്ട ഗോൾ എന്ന് പറയുന്നത്. ആത്മാവിൻ്റെ സോളിൻ്റെ പ്യൂരിഫിക്കേഷൻ, അതോടൊപ്പം തന്നെ ഈ ഒരു നിർവ്വാണം ലഭിക്കുക. ഇതായിരിക്കണം ഒരു ഹ്യൂമൻ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്നതായിരുന്നു ജൈനമതം പ്രധാനമായും വിശ്വസിച്ചിരുന്നത്. ഓക്കെ, അപ്പം വളരെ കൃത്യമായിട്ട് പറയണം, ഈ രീതിയിൽ ആത്മാവിൻ്റെ പ്യൂരിഫിക്കേഷനും അതോടൊപ്പം തന്നെ നിർവ്വാണവും ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും പറയുന്നത്, ഇത്തരത്തിലൊരു നിർവ്വാണം ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ ഒരിക്കലും മുൻപുള്ള മതങ്ങൾ ചെയ്തിരുന്നത് പ്രധാനമായിട്ടും പ്രത്യേകിച്ച് വേദിക് റിലീജിയൻ എല്ലാം ചെയ്തിരുന്നത് ഒട്ടനവധി റിച്വൽസിൽ ഏർപ്പെട്ടു എന്നതാണ്. ഓക്കെ, എന്നാൽ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരിക്കലും ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ആചാരങ്ങളും അതോടൊപ്പം തന്നെ ചില വേർഷിപ്പ് ആരാധനകളും അതൊന്നുമല്ല, അല്ലെങ്കിൽ സാക്രിഫൈസസ്, ഇതൊന്നുമല്ല ഇത്തരത്തിലൊരു നിർവ്വാണവും അതോടൊപ്പം തന്നെ ആത്മാവിൻ്റെ പ്യൂരിഫിക്കേഷനും ലഭിക്കുക. നേരെ മറിച്ച് വളരെ പ്രധാനമായിട്ടും അവർ പറയുന്നത് ത്രിരത്ന അനുവർത്തിക്കുക. ഓക്കെ, എന്താണ് ത്രിരത്ന എന്നുള്ളത് ഞാൻ പറയാം. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലൊരു പ്യൂരിഫിക്കേഷൻ, ആത്മാവിനൊരു സോളിനൊരു പ്യൂരിഫിക്കേഷൻ ലഭിക്കാനും അതോടൊപ്പം തന്നെ നിർവ്വാണവും ലഭിക്കണമെങ്കിൽ മനുഷ്യൻ ത്രിരത്നം അനുഷ്ഠിക്കണം. അതോടൊപ്പം തന്നെ വളരെ കൃത്യമായിട്ട് പ്രധാനപ്പെട്ട ചില പ്രിൻസിപ്പിൾസ് ഉണ്ട് ജൈനമതത്തിന്, ഏകദേശം 5ഓളം പ്രിൻസിപ്പിൾസ്. ഓക്കെ, അതെല്ലാം അനുഷ്ഠിക്കുന്നതാണ് ബേസിക്കലി ഇത്തരത്തിലൊരു മനുഷ്യനൊരു നിർവ്വാണത്തിലേക്കും അതോടൊപ്പം തന്നെ അവൻ്റെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുകയൊക്കെ ചെയ്യുക. ഇനി എന്താണ് ബേസിക്കലി ജൈനമതത്തിൻ്റെ വിശ്വാസപ്രകാരം അല്ലെങ്കിൽ ജൈനമത ഐഡിയോളജി പ്രധാനമായി മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ത്രിരത്നം എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നാണ്. ഓക്കെ, അത് വളരെ പ്രധാനമായിട്ടും പറയുന്നത് ത്രിരത്നം എന്ന് പറഞ്ഞാൽ 3 jewels എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അത് കൃത്യമായിട്ട് പറയുന്നത് റൈറ്റ് ഫെയ്ത്ത്, റൈറ്റ് നോളജ് ആൻഡ് റൈറ്റ് കണ്ടക്ട്. ഓക്കെ, ഇത് മൂന്നുമാണ് പ്രധാനമായിട്ടും ത്രിരത്നം എന്ന പേരിൽ ജൈനമതത്തിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട 5ഓളം പ്രിൻസിപ്പിൾസ്, ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഈ ജൈനമതത്തിനുണ്ട്. അതിന് പൊതുവെ നമ്മൾക്ക് പറയുന്നത് അഹിംസ, സത്യം, അസ്തേയം, അപരിഗ്രഹ, ബ്രഹ്മചര്യം എന്നാണ്. അതൊരു സംസ്കൃത വാക്കുകളാണ്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പം അഹിംസ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് ബേസിക്കലി എന്താണ്? നോൺ വയലൻസ് ആണ്. ഓക്കെ, ഡു നോട്ട് കമ്മിറ്റ് വയലൻസ്. ഓക്കെ, ഒരിക്കലും നമ്മൾ ഒരു ഹിംസപരമായിട്ടുള്ള ആക്ടിവിറ്റീസുകൾ ചെയ്യാൻ പാടില്ല. അത് ജൈനമതം പറയുന്നതാണ്. ഓക്കെ, ദെൻ അഹിംസ, സത്യം എന്ന് പറയുമ്പം ഡു നോട്ട് സ്പീക്ക് എ ലൈ, അതായത് നമ്മൾ കളവ് പറയാൻ പാടില്ല. മനുഷ്യൻ ജൈനമത വിശ്വാസപ്രകാരം ഹിംസ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. അതോടൊപ്പം തന്നെ കളവ് പറയാൻ പാടില്ല. നെക്സ്റ്റ് അഹിംസ, സത്യം, അസ്തേയം. അസ്തേയം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡു നോട്ട് സ്റ്റീൽ, അതായത് നമ്മൾക്ക് മോഷ്ടിക്കാൻ പാടില്ല. ഓക്കെ, അതായത് സ്റ്റീൽ ചെയ്യാൻ പാടില്ല. ഓക്കെ, അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളുടെ വസ്തുക്കൾ അതാണ് അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ജൈനമത പ്രകാരം പാടില്ല എന്നുള്ളതാണ്. അതാണ് ബേസിക്കലി അസ്തേയം എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി പ്രധാനമായിട്ടുമുള്ളത് അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് അവസാനത്തേത് അപരിഗ്രഹം. അപരിഗ്രഹം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഡു നോട്ട് അക്വയർ പ്രോപ്പർട്ടി. ഓക്കെ, അതായത് നമ്മൾക്കൊരു ഒരു സ്വത്തവകാശം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇറ്റ് ക്യാൻ ബി ലാൻഡ്, ഇറ്റ് ക്യാൻ ബി ഹൗസ്, എന്തെങ്കിലും ഒരു വസ്തു സ്വന്തമായിട്ട് കയ്യിൽ വെക്കാൻ പാടില്ല. ഇതായിരുന്നു ബേസിക്കലി ജൈനമതത്തിൻ്റെ പ്രധാനപ്പെട്ട കാർഡിനൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഈ 5 പ്രിൻസിപ്പിൾസും, അതായത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. ഓക്കെ,
ഈ 5 പ്രിൻസിപ്പിൾസും അതോടൊപ്പം തന്നെ ത്രിരത്നങ്ങളുണ്ട്. അതായത് റൈറ്റ് നോളജ്, റൈറ്റ് കണ്ടക്ട് ആൻഡ് റൈറ്റ് ഫെയ്ത്ത്. ഇതെല്ലാം അനുഷ്ഠിക്കുന്നതോടുകൂടിയാണ് ഒരു മനുഷ്യൻ്റെ പ്യൂരിഫിക്കേഷൻ ഓഫ് സോളും അതോടൊപ്പം തന്നെ ഒരു ലൈഫിൻ്റെ ഒരു എന്താ പറയുക, ഒരു അറ്റൈൻമെൻറ്റ് ഓഫ് നിർവ്വാണയും ലഭിക്കുക ഈ പറഞ്ഞിട്ടുള്ള ത്രിരത്നം അനുഷ്ഠിക്കുന്നതോടുകൂടിയും അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 5 കാർഡിനൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു സ്റ്റേജിലോട്ട് മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തിലോട്ട് മനുഷ്യൻ എത്തണമെങ്കിൽ ഈ ത്രിരത്നങ്ങളും അതോടൊപ്പം തന്നെ ഈ പ്രിൻസിപ്പിൾസും 5ഓളം പ്രിൻസിപ്പിൾസും ഫോളോ ചെയ്യണമെന്നാണ് ബേസിക്കലി വളരെ കൃത്യമായിട്ട് ഈ ഒരു ജൈനമതം ആവശ്യപ്പെടുന്നത്. ഓക്കെ, ഇനി വളരെ നമ്മൾ ഈ ഒരു ഹൗസ് ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് വളരെ മൈൽഡറായിട്ടുള്ള ഒരു ഫോം ഓഫ് പ്രാക്ടീസസ് ആയിരുന്നു അവർ ഫോളോ ചെയ്തിരുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും അനുവ്രത. നമ്മളിപ്പം ഈ ജൈന മതത്തിലെ സന്യാസികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഹൗസ് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന വിഭാഗം ആളുകൾ അവർ ഫോളോ ചെയ്തിരുന്ന റിച്വൽസും അല്ലെങ്കിൽ അവർ വെർച്യൂസ്, പ്രധാന റിച്വൽസ് അല്ല വെർച്യൂസ് എന്ന് നമുക്ക് പറയാം, അത് ഒരു സ്മോൾ വേർഡ്സ് ആയിരുന്നു അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരുന്നു. ഓക്കെ, ഈ ജൈനമതത്തിലെ സന്യാസികളെ അല്ലെങ്കിൽ മോങ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഫോളോ ചെയ്യുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്. അത് കമ്പാരിറ്റീവ്ലി നമ്മൾ ഹൗസ് ഹോൾഡേഴ്സിലേക്ക് എത്തുമ്പം അത് താരതമ്യേന കുറവായിരിക്കും അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇനി ഒരു വളരെ കൃത്യമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ബ്രാഹ്മണിസം എന്നൊരു റിലീജിയൻ എന്ന് പറയുന്നത് കുറെ കൂടെ ഭൂരിഭാഗവും അതൊരു റിച്വൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു റിലീജിയൻ ആണ്. ബട്ട് ദിസ് ന്യൂ ഫെയ്ത്ത്, അതായത് ഈ ജൈനിസം എന്ന മതമെല്ലാം അത് പ്രധാനമായും ഇറ്റ് വാസ് കണ്ടക്ട് ഓറിയന്റഡ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ത്രിരത്നമായിരുന്നു റൈറ്റ് കണ്ടക്ട് എന്നുള്ളത്. അത്തരത്തിലുള്ള റൈറ്റ് കണ്ടക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഫെയ്ത്ത് ആയിരുന്നു ഈ ജൈനിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ജൈനമതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്റ്റിങ്ക്യൂഷിംഗ് ഫീച്ചർ എന്ന് പറയുന്നതാണ് ബേസിക്കലി ദ കൺസെപ്റ്റ് ഓഫ് അനേകാന്തവത. ഓക്കെ, അനേകാന്തവത എന്ന് പറയുന്നത് ഒരു സത്യത്തിനെ തന്നെ വിവിധ ആംഗിളിൽ നോക്കുക. ഓക്കെ, അനേകം ആംഗിളിൽ ഒരു സത്യത്തിനെ അനലൈസ് ചെയ്യുക, കാണുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ ഓഫ് ജൈനിസം എന്ന് പറയുന്നതാണ് വളരെ കൃത്യമായിട്ടുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള തപസ്, അതോടൊപ്പം തന്നെ ഓസ്റ്റിരിറ്റി ആൻഡ് സ്ട്രിക്റ്റ് ആയിട്ട് ഇവർ അഹിംസ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ജൈനമതം എംഫസൈസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള അഹിംസ എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഈ ഒരു ജൈനമതത്തിലുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ ഒരു മതത്തിൻ്റെ വളരെ കൃത്യമായിട്ട് ആ മതത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അഹിംസ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ഒരു കോൺസെപ്റ്റിൽ ഈ ജൈനമത വിശ്വാസികൾ വിശ്വസിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു മതത്തിന് ഒരുപാടൊന്നും ആളുകളിലേക്ക് ആകൃഷ്ടരാകാൻ സാധിച്ചില്ല എന്നുള്ളതാണ് കാര്യം. ഇവർ പറയുന്നുണ്ടായിരുന്നു ഒരു പരിധി, ഒരു സമയം എത്തിയപ്പം കൃഷി പോലും പാടില്ല എന്ന്. അതായത് മണ്ണ് കൃഷിക്ക് വേണ്ടി പാകപ്പെടുത്തുമ്പോൾ അതിലുള്ള ചെറിയ കീടങ്ങളെല്ലാം കൊല്ലപ്പെടും. ഓക്കെ, അതുകൊണ്ട് കൃഷി പോലും ചെയ്യരുത് എന്ന തരത്തിലുള്ള ഒരു എക്സ്ട്രീം നോൺ വയലൻസ് ആറ്റിറ്റ്യൂഡായിരുന്നു ഈ ജൈനമതം സ്വീകരിച്ചിരുന്നത്. അത് കൃത്യമായിട്ട് ഒരു ലാർജ് നമ്പർ ഓഫ് ബിലീവേഴ്സിൻ്റെ ഇടയിലേക്ക് അട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് വിശ്വാസികളെ നേടിയെടുക്കുന്നതിൽ ഇത്തരത്തിലുള്ള എക്സ്ട്രീം ആയിട്ടുള്ള അഹിംസ ഒരു മുടക്കം സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ഈ എക്സ്ട്രീം അഹിംസയൊക്കെ ഈ ഒരു മതത്തിൻ്റെ തകർച്ചയ്ക്കും ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇവർ വളരെ കൃത്യമായിട്ട് എംഫസൈസ് ചെയ്തിരുന്നത് ഓസ്റ്റിരിറ്റിനെ എംഫസൈസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അഹിംസ അല്ലെങ്കിൽ നോൺ വയലൻസ്, റൈറ്റ്? ഓക്കെ, ഇനി നമ്മൾ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു വർദ്ധമാന മഹാവീരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലീജിയനെ കുറേ ഒരിക്കലും ഒരു എലീറ്റ് ആയിട്ടുള്ളൊരു റിലീജിയൻ ആയിട്ടല്ല അവർ കണ്ടിരുന്നത്, അല്ലെങ്കിൽ ഒരു വരേണ്യവർഗത്തിന് മാത്രം
ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മതമല്ലായിരുന്നു ജൈനമതം. ബ്രാഹ്മണിസം നമ്മൾക്കറിയാം, ബ്രാഹ്മണിസം എന്ന മതം അത് വളരെ കൃത്യമായിട്ട് ഫോർ ഫോൾഡ് ഡിവിഷനിൽ നിൽക്കുന്നൊരു മതമാണ്. ഓക്കെ, വളരെ കൃത്യമായിട്ട് ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രാസ് എന്ന ഒരു 4 ചാതുർവർണ്ണം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന മതമായിരുന്നു. റൈറ്റ്. ഓക്കെ, അപ്പം ആ സംസ്കൃതം എന്ന ഭാഷയായിരുന്നു ആ മതത്തിൻ്റെ പല ടെക്സ്റ്റുകളും എഴുതപ്പെട്ടത് അത്തരത്തിലുള്ള വരേണ്യവർഗത്തിൻ്റെ ഭാഷയായിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ ഈ ഒരു ജൈനിസം എത്തുന്ന സമയത്ത് മഹാവീരൻ ഉപയോഗിച്ചിരുന്ന ഭാഷ എന്ന് പറയുന്നത് പ്രാകൃത് ഭാഷയായിരുന്നു. അദ്ദേഹം തൻ്റെ മെസ്സേജുകൾ, സന്ദേശങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് വ്യാപിപ്പിച്ചത് പ്രധാനമായിട്ടും പ്രാകൃതം എന്ന ഭാഷ, പ്രാകൃത് ഓക്കെ, ലാംഗ്വേജിൻ്റെ പേര് പ്രാകൃത് എന്നായിരുന്നു. ഓക്കെ, സോ എന്നാലും വളരെ കൃത്യമായിട്ട് പറയുന്ന മറ്റ് മതങ്ങളെപ്പോലെ തന്നെ ജൈനിസത്തിനും ഒരുപാടൊന്നും കാലം അതിനൊരു യൂണിറ്റി, ഒരു ഐക്യം നിലനിർത്താൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. അത് ഒരു ചരിത്രത്തിൻ്റെ ഒരു സമയമായപ്പം അത് 2ആയിട്ട് വിഭജിച്ചു, അവിടെ ഒരു സ്പ്ലിറ്റ് വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വന്ന സ്പ്ലിറ്റാണ് പിന്നീട് ജൈനിസത്തിൻ്റെ പ്രധാനപ്പെട്ട 2 സെക്റ്റുകളായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, അതിൽ ഒരു സെക്ട് എന്ന് പറയുന്നത് ദിഗംബരാസ് എന്നാണ്. ദിഗംബരാസ് എന്ന് പറഞ്ഞാൽ നഗ്നരായിട്ടുള്ള ആളുകൾ, ഹു റിമെയിൻ നേക്ഡ് എന്നാണ് ദിഗംബരാസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി അത് ഒരു സെക്റ്റാണ്. ജൈനിസത്തിൻ്റെ സ്പ്ലിറ്റ് ആയ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു സെക്റ്റാണ് ദിഗംബരാസ്. രണ്ടാമത്തെ സെക്ട് എന്ന് പറയുന്നതാണ് ശ്വേതംബരാസ്. ഓക്കെ, ശ്വേതംബരാസ് എന്ന് പറഞ്ഞാൽ ശ്വേത, അത് വൈറ്റ് കളറിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, വെള്ള വസ്ത്രം. ഓക്കെ, വെള്ള വസ്ത്രം ധരിച്ചവർ എന്നാണ് ശ്വേതംബരാസിൻ്റെ അർത്ഥം. ഇത്തരത്തിൽ 2 സെക്ട്സ് ആണ് പ്രധാനമായും ജൈനമതം സ്പ്ലിറ്റ് ആയ സമയത്തുണ്ടായത്. വൺ ഈസ് ദിഗംബരാസ് ആൻഡ് അനദർ വൺ ഈസ് ശ്വേതംബര. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ജൈനമതവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഫൗണ്ടർ മഹാവീരനാണ്. അദ്ദേഹം 24ാമത്തെ തീർത്ഥങ്കരനാണ്. ഇനി ജൈനമതം പ്രധാനമായും വിശ്വസിച്ചിരുന്നത് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് സോളിൻ്റെ പ്യൂരിഫിക്കേഷനാണ്. അതോടൊപ്പം തന്നെ നിർവ്വാണ അറ്റൈൻ ചെയ്യുകയാണ്. ഈ നിർവ്വാണം അറ്റൈൻ ചെയ്യണമെങ്കിൽ ത്രിരത്നാസും അതോടൊപ്പം തന്നെ ജൈനമതത്തിൻ്റെ 5 കാർഡിനൽ പ്രിൻസിപ്പിൾസും ഫോളോ ചെയ്യണം. എന്തൊക്കെയാണ് ത്രിരത്നങ്ങൾ എന്ന് വെച്ചാൽ റൈറ്റ് നോളജ്, റൈറ്റ് കണ്ടക്ട്, റൈറ്റ് ഫെയ്ത്ത്. റൈറ്റ്. ഓക്കെ, ഇനി പ്രധാനമായും ഈ 5 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ജൈനമതത്തിൻ്റെത് അഹിംസ, സത്യം, അസ്ഥേയം, അപരിഗ്രഹം, ബ്രഹ്മചര്യ. ഇതെല്ലാം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ് ജീവിതത്തിൽ ഒരു വളരെ കൃത്യമായിട്ട് ജൈനമത വിശ്വാസപ്രകാരം ഒരു മനുഷ്യ ജീവിതം പൂർണ്ണമാകുക എന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു വളരെ കൃത്യമായിട്ട് ഈ ബ്രാഹ്മണിസം ഒരു റിച്വൽസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു റിലീജിയൻ ആയിരുന്നുവെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ജൈനമതം എന്ന് പറയുന്നത് കുറെ കൂടെ കണ്ടക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള മതമായിരുന്നു. പിന്നീട് പറഞ്ഞു മഹാവീരൻ പ്രാകൃത് ഭാഷയായിരുന്നു തൻ്റെ മെസ്സേജുകൾ ഈ ജൈനമതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ പിന്നീട് വന്നിട്ടുള്ള വളരെ കൃത്യമായിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോൺ വയലൻസിന് എംഫസൈസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മതമായിരുന്നു ജൈനമതം എന്ന് പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞു അവിടെ സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ട്, ദിഗംബരാസ് എന്നും ശ്വേതംബരാസ് എന്നും. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ജൈനമതവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്തതായിട്ട് ഈ ക്ലാസ്സിൽ ഞാൻ ചർച്ച ചെയ്യുന്നത് ബുദ്ധമതമാണ്. ഓക്കെ, സോ ദ ഡോക്ട്രിൻസ് ഓഫ് ബുദ്ധിസം. ഓക്കെ, അപ്പം ജൈനമതം പോലെ തന്നെ ബുദ്ധമതവും ഫോം ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവിർഭാവം എന്ന് പറയുന്നത് പ്രധാനമായും ഈ ഒരു 6th സെഞ്ച്വറി BC-യിലായിരുന്നു. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ 2 മതങ്ങളും ഇതെല്ലാം ഇതോടൊപ്പം തന്നെ മറ്റു പല മതങ്ങളായിട്ട് റിലീജിയസ് സെക്ട്സ് ആയിട്ടുള്ള അജീവികാസ് ഇതെല്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു ബ്രാഹ്മണിക്കൽ ഡോമിനൻസിനെതിരെയുള്ള ഒരു വെല്ലുവിളിയായിരുന്നു. ഓക്കെ, അത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ബുദ്ധമതത്തിലേക്ക് വരുമ്പം ഈ ബുദ്ധമതത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ഗൗതമ ബുദ്ധനായിരുന്നു. ഓക്കെ, ഗൗതമ ബുദ്ധൻ. ഓക്കെ, അപ്പം ബുദ്ധനാണ് ബേസിക്കലി ഗൗതമ ബുദ്ധൻ എന്ന വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഈ ബുദ്ധമതം സ്ഥാപിച്ചത്. ആ ഗൗതമ ബുദ്ധൻ ജനിച്ചിട്ടുള്ളത് ഇന്നത്തെ നേപ്പാളിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമായ ലുംബിനിയിൽ 566 BC-യിലായിരുന്നു ഗൗതമ ബുദ്ധൻ ജനിച്ചത്. ഓക്കെ, സോ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു മതം സ്ഥാപിക്കാനും അതിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്
പറയുന്നത് അദ്ദേഹം ഒരു രാജകുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ആളായിരുന്നു. എല്ലാതരം പ്രിവിലേജുകളും അനുഭവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ജീവിതത്തിൻ്റെ ഒരു വിവാഹം കഴിച്ചു, അദ്ദേഹത്തിനൊരു മകനുണ്ടായി. അതിനൊക്കെ ശേഷം അദ്ദേഹം തൻ്റെ ജീവിതത്തിന് ഇതിനേക്കാളും അപ്പുറത്തൊരു ലോകമുണ്ടെന്നുള്ള ആ ഒരു തിരിച്ചറിവ്, അത് മറ്റെന്തോ ഒന്ന് അന്വേഷിക്കുക എന്നുള്ള രീതിയിൽ പിന്നീട് അദ്ദേഹം വീട് വിട്ടിറങ്ങുന്നു. അങ്ങനെ ഒരുപാട് കാലത്തെ അലഞ്ഞു തിരിയലിന് ശേഷം അദ്ദേഹം എൻലൈറ്റ്മെന്റ് അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും അദ്ദേഹം അത്തരത്തിലൊരു എൻലൈറ്റ്മെന്റ് അഥവാ ട്രൂ നോളജ് ഗൗതമ ബുദ്ധന് ലഭിച്ച സ്ഥലം എന്ന് പറയുന്നത് ബോധ്ഗയയാണ്. ബോധ്ഗയയിൽ വെച്ചിട്ടാണ് ബുദ്ധന് എൻലൈറ്റ്മെന്റ് ലഭിക്കുന്നത്. അതായത് ഒരു ശരിയായ അറിവ് എന്താണെന്നുള്ളത് അത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ബോധ്ഗയയാണ്. ഓക്കെ, സോ അതിനുശേഷം അദ്ദേഹം എൻലൈറ്റൻഡ് വൺ എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അറിവ് എൻലൈറ്റ്മെന്റ് ലഭിച്ചത് കൊണ്ട് അദ്ദേഹം എൻലൈറ്റൻഡ് വൺ എന്ന പേരിലാണ് പിന്നീട് അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു സെർമൺ എന്ന് പറയുന്നത്, അത് ബുദ്ധൻ്റെ സെർമൺ ആദ്യമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് വാരണസിക്കടുത്തുള്ള സാരനാഥ് വെച്ചിട്ടാണ്. സാരനാഥിൽ വെച്ചിട്ടാണ് ബുദ്ധൻ ആദ്യമായിട്ട് തൻ്റെ സെർമൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സെർമണിയാണ് പ്രധാനമായിട്ടും ആ ഒരു ഇവന്റിനെയാണ് നമ്മൾ ധർമ്മചക്ര പ്രവർത്തന എന്ന പേരിൽ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ടേണിംഗ് ഓഫ് ദി വീൽ ഓഫ് ലോ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. ധർമ്മചക്ര പ്രവർത്തന, ധർമ്മചക്ര പ്രവർത്തന എന്നായിരുന്നു ബേസിക്കലി ബുദ്ധൻ്റെ ആദ്യത്തെ ആ സെർമൺ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അദ്ദേഹം സംഘം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, വളരെ കൃത്യമായിട്ട് പറയുന്ന ചില ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ് ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി. ഓക്കെ, അതിൽ സംഘം എന്ന് പറയുന്നത് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് ആ ഒരു റിലീജിയനുമായി അസോസിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സംഘം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഗൗതമ ബുദ്ധൻ, ബുദ്ധമതത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഗൗതമ ബുദ്ധൻ മരിക്കുന്നത് 486 BC. അദ്ദേഹത്തിൻ്റെ 80ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇന്നത്തെ ഈസ്റ്റേൺ UP-യിലെ ഉത്തർപ്രദേശിലുള്ള ഗോരഖ്പൂരിനടുത്തുള്ള കുഷി നഗരത്തിൽ വെച്ചിട്ടാണ് 486 BC, അതായത് ഗൗതമ ബുദ്ധൻ്റെ 80ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ നിങ്ങൾ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, സോ വളരെ കൃത്യമായിട്ട് ബുദ്ധൻ തൻ്റെ ഫോളോവേഴ്സ് ബുദ്ധമതം ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിന് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, അവരോട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മനുഷ്യൻ്റെ ഒരു മെറ്റീരിയൽ വേൾഡിനെ പറ്റിയൊക്കെ ഒരു വളരെ കൃത്യമായൊരു ധാരണ ബുദ്ധൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ അദ്ദേഹം പറയുന്നത് ഒരു മധ്യമാർഗ, വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മധ്യയാമ ഓർ മധ്യയാമ മാർഗ, അതിനെ നമ്മൾക്ക് ഇംഗ്ലീഷിൽ മിഡിൽ പാത്ത് എന്ന് പറയാം. ആ മിഡിൽ പാത്ത് ബുദ്ധിസവുമായി ബന്ധപ്പെട്ട എല്ലാ ഇഷ്യൂസിലും അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ബുദ്ധൻ പറയുന്നുണ്ട്. ഓക്കെ, സോ ആ ഫിലോസഫി ഓഫ് മധ്യമ മാർഗ എന്നുള്ളത് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിക്കേണ്ടതാണ്. അപ്പം വളരെ മതവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ജൈനമതത്തിലെ ത്രിരത്നാസ്, അതുപോലെ ബുദ്ധമതത്തിൽ ഉണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ബുദ്ധൻ്റെ 4 നോബിൾ ട്രൂത്ത്സ് എന്ന് പറയുന്നത്. ഓക്കെ, 4 നോബിൾ ട്രൂത്ത്സ്. ഓക്കെ, ആ ട്രൂത്ത്സിൽ പറയുന്നുണ്ട് വേൾഡ് ഈസ് ഫുൾ ഓഫ് സോറോസ്. ഓക്കെ, അതായത് ലോകം എന്ന് പറയുന്നത് ഒരുപാട് ദുഃഖങ്ങളുള്ള ഒരു സ്ഥലമാണ് എന്നത്. ഓക്കെ, ഇനി രണ്ടാമത് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ ലോകത്തിൻ്റെ ഈ ഒരു ദുഃഖത്തിന് കാരണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഡിസയർസ്, ആഗ്രഹങ്ങളാണ് ഈ ദുഃഖത്തിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ദുഃഖം
അല്ലെങ്കിൽ ഈ കാരണങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് എന്ത് ഫോളോ ചെയ്യണം? ചില പ്രധാനപ്പെട്ട വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ഞാൻ പറഞ്ഞ ലോകത്തിൻ്റെ ലോകം എന്ന് പറയുന്ന ഒരുപാട് ദുഃഖങ്ങളാൽ നിറഞ്ഞതാണ്. ആ ദുഃഖത്തിൻ്റെ ആത്യന്തികമായ കാരണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളാണ്. ഇനി ഈ ആഗ്രഹങ്ങൾ ഇതില്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 8-fold പാത്ത്, അതായത് അഷ്ടാംഗ മാർഗം ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. ഇനി നാലാമത് പറയുന്നത് അഷ്ടാംഗ മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതിൽ വളരെ പ്രധാനമായിട്ട് നിങ്ങളിത് മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, സോ ഇത് വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഫോർ നോബിൾ ട്രൂത്ത് എന്നുള്ളതാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ദുഃഖമാണ്. ഫസ്റ്റ് നോബിൾ ട്രൂത്ത് എന്ന് പറയുന്നത് ദുഃഖം. സെക്കൻഡ് നോബിൾ ട്രൂത്ത് എന്ന് പറയുന്നത് ദുഃഖ സമുദയ. ആൻഡ് ദ തേർഡ് നോബിൾ ട്രൂത്ത് ഇസ് ദുഃഖ നിരോധ. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് ദുഃഖ നിരോധ ഗമിനി പ്രതിപദ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട 4 നോബിൾ ട്രൂത്ത്സ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. ഇനി അഷ്ടാംഗ മാർഗം കൂടെ ഫോളോ ചെയ്താലാണ് മനുഷ്യൻ്റെ ഈ ആഗ്രഹങ്ങളും ഈ ദുഃഖങ്ങളും ഇതെല്ലാം അവസാനിക്കണമെങ്കിൽ ഈ അഷ്ടാംഗ മാർഗം മനുഷ്യൻ ഫോളോ ചെയ്യണമെന്നാണ് ബേസിക്കലി വളരെ കൃത്യമായിട്ട് ബുദ്ധൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ സോ ഞാൻ പറഞ്ഞു ഈ ഒരു 8-fold പാത്ത് അഥവാ അഷ്ടാംഗ മാർഗം എന്ന് പറയുന്നത് നമ്മൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. റൈറ്റ്, ഇനി ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിൽ റൈറ്റ് ഫെയ്ത്ത്, റൈറ്റ് റിസോൾവ്, റൈറ്റ് സ്പീച്ച്, റൈറ്റ് ആക്ഷൻ, റൈറ്റ് ലിവിങ് ആൻഡ് റൈറ്റ് എഫേർട്ട്, റൈറ്റ് തോട്ട് ആൻഡ് റൈറ്റ് സെൽഫ് കോൺസെൻട്രേഷൻ. ഇത്രയും കാര്യങ്ങളുള്ളതാണ് ഈ ഒരു 8-fold എന്ന് പറയുന്നത്. 8-fold പാത്ത് അഥവാ അഷ്ടാംഗ മാർഗം. ഈ അഷ്ടാംഗ മാർഗം ഒരു മനുഷ്യൻ സ്വീകരിക്കുന്നതിലോടുകൂടിയാണ് അവൻ്റെ ദുഃഖങ്ങൾ ഇല്ലാതാകുന്നത്. ആ ദുഃഖങ്ങളുടെ കാരണങ്ങളായ ആഗ്രഹങ്ങൾ ഇല്ലാതാകുന്നു. അതോടുകൂടി ദുഃഖമില്ലാതാകുന്നു. ഇങ്ങനെയാണ് ബേസിക്കലി ബുദ്ധമതം മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നോബിൾ ട്രൂത്ത്സും അതോടൊപ്പം തന്നെ 8-fold പാത്തും ഈസ് അസോസിയേറ്റഡ് വിത്ത് ബുദ്ധിസം. ഓക്കെ, ത്രിരത്നവും തീർത്ഥങ്കരാസും എല്ലാം ഏത് മതവുമായിട്ടാണ്? ജൈന മതമായിട്ടാണ്. അതുപോലെ ഇവിടെയുള്ളതാണ് 4 നോബിൾ ട്രൂത്ത്സും 8-fold പാത്ത്. ഓക്കെ, അതായത് അഷ്ടാംഗ മാർഗവും. ഇനി ഞാൻ പറഞ്ഞു ബുദ്ധൻ തൻ്റെ ടീച്ചിങ്സ് അതോടൊപ്പം തന്നെ തൻ്റെ ആശയങ്ങൾ അല്ലെങ്കിൽ ഈ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ജനങ്ങളിലേക്ക് പ്രധാനമായും എത്തിച്ചിട്ടുള്ള ഭാഷ എന്ന് പറയുന്നത് പാലി ഭാഷയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ കാണേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എലീറ്റ് അല്ലെങ്കിൽ ഒരു വരേണ്യ വർഗത്തിൻ്റെ ഭാഷ ബുദ്ധമതവും ജൈനമതവും ഉപയോഗിച്ചില്ല. മറിച്ച് സാധാരണക്കാരനും കൂടെ മനസ്സിലാകുന്ന തരത്തിൽ അത്തരത്തിലുള്ള മനുഷ്യനും കൂടി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഭാഷയിലായിരുന്നു തങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളുമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ആശയവിനിമയം നടത്തിയത്. അത്തരത്തിലുള്ള ബുദ്ധൻ മുന്നോട്ട് വെച്ചിട്ടുള്ള തൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസും പ്രധാനപ്പെട്ട ടീച്ചിങ്സും അതിനെല്ലാം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഭാഷ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പാലി ഭാഷയായിരുന്നു. ഓക്കെ, സോ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം ബ്രാഹ്മണിസം ഞാൻ പറഞ്ഞു വളരെയധികം കാസ്റ്റ് സിസ്റ്റത്തിന് ബിലീവ് ചെയ്യുന്ന ഒരു മതമായിരുന്നു. ഓക്കെ, അതായത് ഹിന്ദുയിസം എന്ന് പറയുന്നത് വേദിക് റിലീജിയൻ. എന്നാൽ ഈ ഒരു 6th century BC-യിലായ സമയത്ത് ഞാൻ പറഞ്ഞു ഈ ഒരു ബ്രാഹ്മണിക്കൽ ഡോമിനൻസിനൊക്കെ എതിരെയായിരുന്നു ഈ മതങ്ങളെല്ലാം ഉയർന്നു വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ബുദ്ധമതത്തിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട സമൂഹത്തിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങൾക്ക് ഈ മതത്തിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം പിൽക്കാല വേദഘട്ടമായ സമയത്ത് സ്ത്രീകൾക്ക് ഈ ഒരു പൊതുവേദികളിൽ നിന്നും അല്ലെങ്കിൽ പൊതു മണ്ഡലങ്ങളിലേക്ക് വരാനുള്ള സ്വാതന്ത്ര്യം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ബുദ്ധമതത്തിൽ ഞാൻ പറഞ്ഞു ഒരുപാട് സംഘം ബുദ്ധമതത്തിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ടെന്ന്. ആ സംഘത്തിലെല്ലാം പോകാൻ ഈ വിമനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിരുന്നു എന്നുള്ളതും ഈ ഒരു ബുദ്ധമതത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. അപ്പം താഴ്ന്ന ജാതിയിൽപ്പെട്ടവനും അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കും ഈ മതം സ്ത്രീകളെയും താഴ്ന്ന ജാതിയിൽപ്പെട്ടവനെയും സ്വാഗതം ചെയ്തു എന്നാണ് പറയുന്നത്. അത് സമൂഹത്തിന് വളരെ കൃത്യമായിട്ട് ഉണ്ടായിരുന്ന പലതരത്തിലുള്ള ഈ സോഷ്യൽ ഈവിൾസിനെയുമാണ് ഇൻഡയറക്റ്റ്ലി അത് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു
വളരെ പ്രധാനമായിട്ട് ഈ മതത്തിൻ്റെ പ്രചരണാർത്ഥം ഇതിന് ഒരുപാട് റോയൽ പാട്രണേജ് ഒക്കെ ബുദ്ധമതത്തിന് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജൈനമതത്തിനും ഉണ്ടായിരുന്നു. ഫോർ ഇൻസ്റ്റൻസ് ജൈനമതത്തിലൊക്കെ പലപ്പോഴും ചന്ദ്രഗുപ്ത മൗര്യനെ പോലെയുള്ള ആളുകളൊക്കെ ജൈനമതത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ബുദ്ധമതത്തിലെത്തുമ്പോൾ നമുക്കറിയാം വളരെ പ്രധാനമായിട്ടുള്ള ചില പേരുകൾ എന്ന് പറയുന്നത് അശോക ചക്രവർത്തി. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ബുദ്ധമതത്തിൻ്റെ പ്രചരണാർത്ഥം വളരെ കൃത്യമായ പ്രവർത്തനങ്ങൾ തൻ്റെ രാജ്യത്ത് നടപ്പിലാക്കിയ വ്യക്തിയാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ മകളായ സംഘമിത്രയൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലോട്ട് ബുദ്ധമത പ്രചരണാർത്ഥം അദ്ദേഹം അയച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ധർമ്മ മഹാമാത്രാസ് എന്ന പേരിൽ ഇത്തരത്തിൽ ബുദ്ധമതവും കൂടെ പ്രചരിപ്പിക്കുന്ന രീതിയിൽ ആളുകളെയൊക്കെ അപ്പോയിന്റ് ചെയ്യുകയും അത്തരത്തിൽ മതം പ്രചരിപ്പിക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച രാജാവാണ് അശോക ചക്രവർത്തി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഈ ഒരു ബുദ്ധമതം എന്ന് പറയുന്നത് ഒരുപാട് പിൽക്കാലത്ത് റോയൽ പാട്രോണേജ് ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ രാജകീയമായിട്ടുള്ള സപ്പോർട്ട് ലഭിച്ചിട്ടുള്ള പിന്തുണ ലഭിച്ചിട്ടുള്ള ഒരു മതം എന്ന രീതിയിൽ നമുക്ക് ബുദ്ധമതത്തെ കണക്കാക്കാം. ഇനി ഈ ഒരു മതത്തിൽ പ്രധാനമായിട്ടും 4 ബുദ്ധിസ്റ്റ് കൗൺസിലുകൾ നടന്നിട്ടുണ്ട്. ചരിത്രത്തിൽ ബുദ്ധമതത്തിന് പ്രധാനമായും നടന്ന കൗൺസിലുകൾ എന്ന് പറയുന്നത് 4 എണ്ണമാണ്. ഓക്കെ, ആദ്യത്തെ കൗൺസിൽ എന്ന് പറയുന്നത് അത് നടന്നിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് രാജ്ഗൃഹയാണ്. ഓക്കെ, രാജ്ഗൃഹയിൽ വെച്ചാണ് ആദ്യത്തെ ബുദ്ധമത കൗൺസിൽ നടക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ ബുദ്ധമത കൗൺസിൽ നടക്കുന്നത് വൈശാലി എന്ന പ്രദേശത്താണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത് പാടലിപുത്ര. ഓക്കെ, നാലാമത്തെ ബുദ്ധിസ്റ്റ് അത് കാശ്മീരിൽ വെച്ചിട്ടാണ് ആ ഒരു ബുദ്ധമതത്തിൻ്റെ കൗൺസിൽ നടന്നിട്ടുള്ളത്. ഇത്തരത്തിൽ പ്രധാനമായും 4 കൗൺസിലുകൾ വിവിധ കാലഘട്ടത്തിൽ വിവിധ ആളുകൾ ബുദ്ധമതത്തിൻ്റെ പ്രചരണാർത്ഥം ഇത്തരത്തിലുള്ള കൗൺസിലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു മൊഗാലി പുത്രത്തിസ, അങ്ങനെ ഒരുപാട് ആളുകൾ ഈ ഒരു കൗൺസിലിലൊക്കെ ഭാഗമായിട്ടുണ്ട്. ഓരോ കൗൺസിലും വിവിധ പ്രദേശങ്ങളിലായിരുന്നു, വിവിധ കാലഘട്ടത്തിൽ ഒരുപാട് വർഷങ്ങളുടെ വ്യത്യാസത്തിന് ഒരു ഗ്യാപ്പ് ഉണ്ട് ഇത്തരത്തിലുള്ള കൗൺസിലുകൾ നടക്കാൻ. ഓക്കെ, അപ്പം മൊത്തത്തിൽ ചരിത്രത്തിൽ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് പറയുമ്പം 4 ബുദ്ധിസ്റ്റ് കൗൺസിലുകളാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ 4ാമത്തെ കൗൺസിൽ അത് നടന്നത് ഏത് ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ പ്രാചീന ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് കനിഷ്ക ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് 4ാമത്തെ കൗൺസിൽ നടക്കുന്നത്. ഓക്കെ, സോ ആ ഒരു കൗൺസിലാണ് ബുദ്ധിസം 2ആയിട്ട് വിഭജിക്കുന്നു. അതായത് നേരത്തെ നമ്മൾക്കറിയാം ജൈനമതവും ഒരു പരിധിയിൽ കൂടുതൽ കാലമൊന്നും ഒരേപോലെ പോയിട്ടില്ല. നമുക്കറിയാം പലപ്പോഴും പലതരത്തിലുള്ള വിയോജിപ്പുകൾ ഒരേ മതത്തിൽ തന്നെ ഉണ്ടാകാം. അത് മതമെന്നല്ല, എന്ത് കാര്യം എടുത്തു കഴിഞ്ഞാലും അതൊരു പൊളിറ്റിക്കൽ പാർട്ടി ആകാം, അല്ലെങ്കിൽ പല രീതിയിലും ഒരു ഓർഗനൈസേഷൻ ആകാം. അതിനൊരു കുറച്ച് കാലഘട്ടം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വ്യത്യസ്ത ഐഡിയോളജി അല്ലെങ്കിൽ വ്യത്യസ്ത ആശയങ്ങൾ വരും, വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരും. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പലപ്പോഴും സ്പ്ലിറ്റ് ആകുന്നത്, അത് 2ആയിട്ട് പിളർക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. റൈറ്റ്, അതുപോലെ ജൈനമതത്തിൽ ദിഗംബരാസും ശ്വേതംബരാസുമാണ് ആ ഒരു സ്പ്ലിറ്റ് എങ്കിൽ അങ്ങനെയാണ് ആ മതം 2ആയിട്ട് വിഭജിച്ച് 2 പ്രധാനപ്പെട്ട സെക്റ്റുകളായിട്ട് മാറി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ ബുദ്ധമതത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു ഈ ഒരു 4ാമത്തെ കൗൺസിൽ കാശ്മീരിൽ വെച്ച് നടന്നത് കനിഷ്ക ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ബുദ്ധമതത്തിന്റെ കൗൺസിൽ കാശ്മീരിൽ വെച്ച് നടന്നു. ആ കൗൺസിലിൽ ബുദ്ധമതം 2ആയിട്ട് പിളർന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൽ പ്രധാനമായിട്ടും വന്നിട്ടുണ്ടായിരുന്നത് മഹായാനം ആൻഡ് ഹീനയാനം. ഓക്കെ, സോ ഈ രീതിയിൽ വളരെ പ്രധാനപ്പെട്ട 2 സെക്റ്റുകളായിട്ട് ഹീനയാന ബുദ്ധിസവും മഹായാന ബുദ്ധിസവും വന്നു. ഓക്കെ, സോ മഹായാന ബുദ്ധിസം പ്രധാനമായിട്ടും അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഭാഷ, തങ്ങളുടെ മതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഭാഷ എന്ന് പറയുന്നത് സംസ്കൃത ഭാഷയായിരുന്നു. ഓക്കെ, അവർ സംസ്കൃതത്തിനെയായിരുന്നു ഈ ഒരു മതത്തിൻ്റെ പ്രചരണാർത്ഥം അവർ ഉപയോഗിച്ചിരുന്ന ഭാഷ എന്ന് പറയുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ അവർ ഒരു ഐഡിയൽ, ഒരു ആരാധന, അതായത് പ്രതിഷ്ഠ, ബുദ്ധന്റെ പ്രതിഷ്ഠയെ അവർ ആരാധിച്ചു തുടങ്ങി. അങ്ങനെ ബുദ്ധന്റെ നമുക്കറിയാം ബുദ്ധന്റെ പ്രതിമ നമ്മൾ പലയിടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. റൈറ്റ്, നമുക്ക് വാങ്ങാൻ കഴിയുന്നതാണ് ബുദ്ധന്റെ ഒരു പ്രതിമ എന്ന് പറയുന്നത്. അത്തരത്തിൽ ബുദ്ധന്റെ ഒരു പ്രതിമയെ വെച്ചിട്ട് ആദ്യമായിട്ട് വേർഷിപ്പ് ചെയ്തിട്ടുള്ള ആ വിഭാഗം ആളുകളെ പറയുന്നതായിരുന്നു മഹായാന ബുദ്ധിസ്റ്റ് സെക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഗ്രൂപ്പിനുള്ള ബുദ്ധമത വിശ്വാസികളെ പറയുന്ന പേരാണ് മഹായാനം. ഇനി ഈ മഹായാന
ബുദ്ധമതത്തിലുള്ള ആളുകളാണ് ഈ പ്രധാനമായിട്ടും ഈ ഒരു മതത്തിന്റെ പ്രചരണാർത്ഥം അവരുപയോഗിച്ച ഭാഷ ഏത് ഭാഷയാണ്? സംസ്കൃത ഭാഷ, റൈറ്റ്. ഇനി ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ഒരു സെക്റ്റും കൂടെ ഈ ഒരു 4th കൗൺസിലിൽ, ബുദ്ധിസ്റ്റ് കൗൺസിലിൽ കനിഷ്ക ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ രണ്ടായിട്ട് മാറി. അതിൽ ആദ്യത്തേത് മഹായാനമാണെങ്കിൽ രണ്ടാമത്തെ സെക്ട് എന്ന് പറയുന്നത് ഹീനയാന ബുദ്ധിസമാണ്. ഓക്കെ, ഈ ഹീനയാന ബുദ്ധിസം പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്ന ഭാഷ എന്ന് പറയുന്നത് ഈ പാലി ഭാഷയായിരുന്നു. ഓക്കെ, സോ അവർ ബുദ്ധനെ ഒരിക്കലും ബുദ്ധന്റെ ഒരു പ്രതിഷ്ഠയെ ആരാധിച്ചില്ല. ബുദ്ധനെ ആരാധിക്കുക എന്നുള്ളത് അദ്ദേഹം ബുദ്ധനെ ഒരു ഗൈഡായിട്ടായിരുന്നു അവർ ആ ബുദ്ധമതത്തിലെ ഹീനയാന മതവിശ്വാസികൾ അവർ ബുദ്ധനെ കണ്ടത് ഒരു ഗൈഡായിട്ടായിരുന്നു. ഓക്കെ, മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു ഗൈഡ് എന്ന നിലയിലായിരുന്നു ബേസിക്കലി ബുദ്ധനെ കണ്ടത്. ഇതിൽ തന്നെ രണ്ട് വ്യത്യാസമുണ്ട്. ഒരാൾ പ്രതിഷ്ഠയെ ആരാധിച്ചു, മറ്റൊരു വിഭാഗം പ്രതിഷ്ഠയെ അല്ല ആരാധിച്ചത്, ബുദ്ധന്റെ പ്രിൻസിപ്പിൾസിനെ ആരാധിച്ചു. ഓക്കെ, ഒരു ബുദ്ധന്റെ ടീച്ചിങ്സ്, ഗൗതമ ബുദ്ധൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഒരു ഗൈഡായിട്ടാണ് ഹീനയാന വിശ്വാസികൾ ബുദ്ധമതത്തിനെ ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ ഈ രണ്ടിൽ പ്രധാനപ്പെട്ട ഈ സെക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി ഒരു 7ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഈ ഒരു ബുദ്ധമതം അതിൻ്റെ ഒരു വളരെ വീക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ എന്നാൽ പോലും ഇന്ത്യൻ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ എല്ലാ മേഖലകളിലും 6ാം നൂറ്റാണ്ടിൽ ആവിർഭവിച്ച അല്ലെങ്കിൽ എമേർജ് ചെയ്തു വന്നിട്ടുള്ള ബ്രാഹ്മണിക്കൽ ഡോമിനൻസിനെതിരെ വന്നിട്ടുള്ള ഈ ഒരു റിലീജിയൻ ഇന്ത്യൻ ചരിത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഓക്കെ, അത് തന്നെയാണ് ഇപ്പോഴും നമ്മൾക്കറിയാം. ബുദ്ധമതം ഇന്ത്യയിൽ രൂപപ്പെട്ട മതം ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ മതം സ്റ്റിൽ ഫോളോ ചെയ്യുന്നുണ്ട് ആളുകൾ. ഇന്ത്യയിൽ അത് ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത്രത്തോളം ഇന്ത്യയിൽ അത് ഈ ഒരു മോഡേൺ കാലഘട്ടത്തിൽ അത് നിലവിൽ അത്ര രീതിയിൽ വ്യാപകമല്ല. എന്നാൽ മറ്റു പല ഇടങ്ങളിലും ടിബറ്റ്, നേപ്പാൾ, മറ്റു പലയിടങ്ങളിലും ചൈന, ഇവിടെയൊക്കെ ബുദ്ധമത വിശ്വാസികൾ ഇപ്പോഴുമുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. അതായത് 7ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഈ മതം ശോഷിച്ചു പോയിട്ടുണ്ട്. എന്നാലും ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൻ്റെ എല്ലാ മേഖലകളിലും വളരെ കൃത്യമായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഈ ബുദ്ധമതത്തിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് പറയുമ്പം ഒരുപാട് ചില വർക്കുകളുണ്ട്. നമുക്കറിയാം ജാതക സ്റ്റോറീസ്, ഞാൻ പറഞ്ഞു പ്രീവിയസ് ബർത്ത് സ്റ്റോറീസ് ഓഫ് ബുദ്ധന്റെ മുൻകാല ജന്മങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ബുക്കുകളെയാണ് ജാതക സ്റ്റോറീസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ത്രിപീഡികാസ് ഉണ്ട്. ഞാൻ അത് ലിറ്ററേച്ചർ പറഞ്ഞ സമയത്ത് ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ പറഞ്ഞ സമയത്ത് ലിറ്റററി സോഴ്സിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ത്രിപീഡിക എന്ന് പറഞ്ഞാൽ വിനയപീഡിക, സൂക്തപീഡിക, അഭിധമ്മ പീഡിക, ഈ 3 പീഡികാസും ചേരുന്നതാണ് ത്രിപീഡികാസ്. അതെല്ലാം പ്രധാനപ്പെട്ട ബുദ്ധമതത്തിൽ ഉള്ള വളരെ പ്രധാനപ്പെട്ട ടെക്സ്റ്റുകളാണ്. ത്രിപിടിക ഉണ്ട്, ജാതക സ്റ്റോറീസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ബുദ്ധചരിത ഉണ്ട്, ദെൻ മിലിന്ദ പൻഹോം. ഇതെല്ലാം ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ആ മതത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. ഇനി ഈ ഒരു ബുദ്ധമതത്തിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിനൊക്കെ വളരെയധികം പ്രൊമോഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവർ വളരെയധികം പ്രോത്സാഹനം ഈ ഒരു വാസ്തുകലാ വിദ്യക്കെല്ലാം അവർ ആ തരത്തിലുള്ളൊരു പ്രോത്സാഹനം നൽകിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഒരുപാട് രാജാക്കന്മാരൊക്കെ, പ്രത്യേകിച്ച് അശോക ചക്രവർത്തിയെ പോലെയുള്ള ആളുകളൊക്കെ ഒരുപാട് സ്തൂപാസ് ഒക്കെ ഈ കാലയളവിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പ്രധാനമായിട്ട് സ്തൂപാസ്, അതോടൊപ്പം തന്നെ റോക്ക് കട്ട് കേവ്സ് ആൻഡ് പെയിന്റിങ്സ്, ഇതൊക്കെ ബുദ്ധമത കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, പ്രധാനമായിട്ടും നമ്മൾക്ക് ഇന്ത്യയിൽ ഈ ഒരു ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, ആർട്ടുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട പേരാണ് ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട് ആൻഡ് മധുര സ്കൂൾ ഓഫ് ആർട്ട്. ഇത് പ്രധാനമായിട്ടും ഈ ഒരു പുതിയൊരു ആർട്ടിന് ഇന്ത്യക്ക് സംഭാവന നൽകിയതാണ് ബുദ്ധമതം. ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട് ആൻഡ് മധുര സ്കൂൾ ഓഫ് ആർട്ട്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു കേവ്സ്, റോക്ക് കട്ട് കേവ്സ് ഉണ്ട്, പെയിന്റിങ്സ് ഉണ്ടായിരുന്നു ബുദ്ധമതത്തിൽ. അതൊക്കെ പ്രധാനമായും നോട്ടീസ് ചെയ്യപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത് സ്തൂപാസ് ഒക്കെ ആണെങ്കിൽ പ്രധാനമായും സാഞ്ചി, ബഹ്റൂത്ത്, അമരാവതിയിലുണ്ട്. അതോടൊപ്പം തന്നെ പെയിന്റിങ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അജന്ത കേവ് പെയിന്റിങ്സ് ഉണ്ട്. അത്തരത്തിൽ വളരെ പ്രധാനമായിട്ടും ഇത്തരം സ്ഥലങ്ങളെല്ലാം ബുദ്ധമത കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിനെ നോട്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രദേശങ്ങളാണ്. ഓക്കെ, അപ്പം വളരെ കൃത്യമായിട്ട് ഈ ഒരു മതത്തെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്, അതിനെ പ്ലേസ് ചെയ്യേണ്ടത് സമൂഹത്തിൽ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജാതിയിൽ അധിഷ്ഠിതമായിട്ട്
വളരെ ഒരു ബ്രാഹ്മണ മേധാവിത്വം ഫോളോ ചെയ്തിരുന്ന ഒരു സമൂഹത്തിലോട്ടാണ് ഇത്തരത്തിൽ സമൂഹത്തിലെ അധസ്ഥിത വർഗത്തിനും സ്ത്രീകളെയും ഒക്കെ തന്നെ വെൽക്കം ചെയ്തുകൊണ്ട് ഒരു പുതിയ റിലീജിയൻ ഇന്ത്യയിൽ വരുന്നത്. അതൊരു വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ദ എമർജൻസ് ഓഫ് ന്യൂ റിലീജിയൻസ് ലൈക്ക് ജൈനിസം ആൻഡ് ബുദ്ധിസം നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജൈനമതവും ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പം ഇന്നത്തെ ക്ലാസ് ഞാൻ പ്രധാനമായും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ രണ്ട് മതങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. അപ്പോൾ ജൈനമതത്തെക്കുറിച്ചും ബുദ്ധമതത്തെക്കുറിച്ചും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ധാരണയുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. സോ താങ്ക് യു.